ആഭ്യന്തരമന്ത്രിയുടെ മണ്ഡലമായ കായംകുളത്ത് പോലീസിൽ ജോലി വാഗ്ദാനം ചെയ്ത് കോടികളുടെ തട്ടിപ്പ്. സംഭവവുമായി ബന്ധപ്പെട്ട് തൃക്കുന്നപ്പുഴ സ്വദേശിനി ശരണ്യയെ പോലീസ് അന്വേഷിക്കുകയാണ്. കേരള പോലീസിന്റെ വ്യാജ സീലും ലെറ്റർ പാഡും ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തുന്നത്. തട്ടിപ്പിന് ഇരയായ ആളുടെ വാക്കുകളിലേക്ക് ആദ്യം പോയതിനു ശേഷം ഷാജഹാനിലേക്ക് തിരിച്ചെത്താം. ഈ കാലയളവിൽ സംശയം പ്രകടിപ്പിക്കുകയും ഞങ്ങളുടെ ഈ സംശയം അവർ മാറ്റുവാൻ വേണ്ടിയിട്ട് നമ്മുടെ രമേശ് ചെന്നിത്തല സാറ് എൻ്റെ ഏറ്റവും അടുത്ത കക്ഷിയാണ്. രമേശ് ചെന്നിത്തല സാറും അറിഞ്ഞതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നും പറഞ്ഞ് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും പല പോലീസ് ഓഫീസറുടെയും ആണെന്ന് പറഞ്ഞ് ഫോൺ വഴി ഞങ്ങളെ സംസാരിപ്പിക്കുകയും ചെയ്തു വിശ്വസിപ്പിക്കുകയാണ് ഉണ്ടായത്. അടൂർ ക്യാമ്പിൽ ജോലി ഉണ്ടെന്നുള്ള വ്യാജേനയാണ് ഞങ്ങളെ വന്ന് സമീപിച്ചത്. അടൂർ ക്യാമ്പിൽ പേപ്പർ വർക്കാണെന്നും പറഞ്ഞാണ് ഞങ്ങൾക്ക് സമീപിച്ചത്. അങ്ങനെയാണ് നമുക്ക് ഇതിനകത്തോട്ട് പെട്ടുപോയത്. 75,000 രൂപയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. സ്റ്റോർ കീപ്പർ എന്ന തസ്തികയിലാണ് എനിക്ക് ജോലി വാഗ്ദാനം ചെയ്തത്. എൻ്റെ കയ്യിൽ നിന്ന് SLC ബുക്ക്, വോട്ടർ ID ഇതൊക്കെ കൈപ്പറ്റിയിട്ടുണ്ട്. അതൊന്നും നമുക്ക് തിരികെ കിട്ടിയിട്ടില്ല. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജഹാൻ, ഇത്തരത്തിൽ പോലീസിൽ ജോലി വാഗ്ദാനം ചെയ്താണ് കോടികളുടെ തട്ടിപ്പ് നടന്നിരിക്കുന്നത്, അതും ആഭ്യന്തരമന്ത്രിയുടെ ജില്ലയിൽ തന്നെ. എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ? സൗമ്യ, ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മണ്ഡലമായിട്ടുള്ള ഹരിപ്പാടാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. ഹരിപ്പാട് മണ്ഡലത്തിലെ തൃക്കുന്നപ്പുഴ എന്ന് പറയുന്ന പഞ്ചായത്തിൽ പെട്ട പെൺകുട്ടിയാണ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ശരണ്യ എന്നാണ് ഈ പെൺകുട്ടിയുടെ പേര്. ഏകദേശം 100ഓളം പേരിൽ നിന്നും ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയതായിട്ടാണ് ലഭ്യമാകുന്ന സൂചന. ഇത്തരത്തിൽ പരാതികൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പോലീസിൽ ജോലി വാഗ്ദാനം ചെയ്താണ് പ്രധാനമായിട്ടും തട്ടിപ്പ് നടത്തുന്നത്. ഇതിന്റെ നിയമന ഉത്തരവുകളും അതുപോലെ ഡോക്ടർമാർ പരിശോധിച്ച് പോലീസിൽ ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രേഖകളും ഒക്കെ വ്യാജമായിട്ട് സൃഷ്ടിച്ചുകൊണ്ട് കേരള പോലീസിന്റെ വ്യാജ ലെറ്റർ പാഡും സീലുകളുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര അധികം ആളുകൾ ഈ തട്ടിപ്പിനിരയായത്. ഏകദേശം കോടികളുടെ തട്ടിപ്പ് ഉണ്ടായിട്ടുള്ളതായിട്ടാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കായംകുളം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസാണ് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത്. നിരവധി പരാതികൾ പോലീസിൽ ലഭിച്ചിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തതായിട്ടാണ് സൂചന. എന്തായാലും ഈ പ്രതി എന്ന് സംശയിക്കുന്ന ശരണ്യയെ പോലീസിന് ഇതുവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഇവരുടെ പിന്നിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഉന്നതരുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊരു സൂചനയും പോലീസിന് ലഭ്യമാകുന്നുണ്ട്. കാരണം പോലീസിന്റെ വ്യാജരേഖകളും അല്ലെ പോലീസിന്റെ ഇത്തരത്തിലുള്ള ലെറ്റർ പാഡ് അടക്കമുള്ള കാര്യങ്ങൾ വെച്ച് നിയമന തട്ടിപ്പ് അല്ലെ നിയമനത്തിന്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്നതിന് പിന്നിൽ ഒരു പെൺകുട്ടി മാത്രമാവാൻ വഴിയില്ല. ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായോ അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റുമായോ ഉന്നത ബന്ധങ്ങളിൽ ഉള്ളവർക്ക് ഇതിന് പിന്നിൽ അല്ലെ ഈ സംഭവം പിന്നിൽ പിടികൂടാനുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും പോലീസ് ശരണ്യയെ കുറിച്ചുള്ള അന്വേഷണം നടത്തി വരികയാണ്. സംഭവത്തെക്കുറിച്ച് 3 പോലീസ് കസ്റ്റഡിയിൽ എടുത്തതായിട്ടാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏകദേശം 60-ലധികം പരാതികൾ കായംകുളം പോലീസ് സ്റ്റേഷനിൽ തന്നെ ലഭ്യമായിട്ടുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം ഇവരുടെ വീട് റെയ്ഡ് ചെയ്തപ്പോഴാണ് ഇവരുടെ വീട്ടിൽ നിന്നും വ്യാജ രേഖകൾ വ്യാപകമായിട്ട് പോലീസിന് പിടികൂടാൻ സാധിച്ചത്. കോടികളുടെ തട്ടിപ്പുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് പോലീസ് സംശയിക്കുന്നത്. സൗമ്യ. ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. ആഭ്യന്തരമന്ത്രിയുടെ മണ്ഡലമായ ഹരിപ്പാട് പോലീസിൽ ജോലി വാഗ്ദാനം ചെയ്ത് കോടികളുടെ തട്ടിപ്പ് നടന്നിരിക്കുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് തൃക്കുന്നപ്പുഴ സ്വദേശിനെ ശരണ്യയെ പോലീസ് അന്വേഷിക്കുകയാണ്. കേരള പോലീസിന്റെ സീലും ഒപ്പം തന്നെ ലെറ്റർ പാഡും വ്യാജമായി നിർമ്മിച്ചാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്.